വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതത്തിൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാൻ വലിയവനായ ദൈവമൊട്ടിയുമായി ഇടയാക്കിയ വലിയ കൃപകൾക്കായി, വലിയ ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അല്പസമയം ചിന്തയ്ക്കായി ഈ പ്രഭാതത്തിൽ ആമേൻ. ഇയ്യോബിന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്കറിയാം, ഇയ്യോബിന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പുസ്തകമാണ്. ആമേ 14-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിലെ ഓരോ വാക്കുകളും ഇയ്യോബ് വളരെ ശക്തമായി ആമേൻ ദൈവസന്നിധിയിൽ ജനത്തിന് ആമേൻ വേണ്ടിയതുപോലെ തന്റെ അനുഭവത്തെ, താൻ അനുഭവിച്ച ചില വേദനകളൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ പ്രൈസ് ദി ലോർഡ്, ഇവിടെ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഏറ്റവും കഷ്ടതയുടെ ആമേൻ ആ വേദനാജനകമായ അവസ്ഥയിൽ ഇയ്യോബ് നിൽക്കുമ്പോൾ, ഇയ്യോബ് 13-14 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്: ഇയ്യോബിനെ ഒത്തിരി ആമേൻ വേദനിപ്പിക്കുന്ന, ആമേൻ ഒത്തിരി പരിഹസിക്കുന്ന, ആമേൻ ഒത്തിരി പ്രയാസപ്പെടുത്തുന്ന തലത്തിലേക്ക് ഇയ്യോബ് വന്നപ്പോ പറയുന്ന ഒരു കാര്യം ഇതാണ്. 13-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു: അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ നടപ്പ് അവന്റെ മുൻപാകെ തെളിയിക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഇയ്യോബിനെ ഏതൊക്കെ ഭാഗത്ത് തളർത്താൻ നോക്കിയാലും ഇയ്യോബിന് പറയാനൊന്നുണ്ട്: എന്നെ ഇനി എന്ത് ചെയ്താലും ഞാൻ ആ പാദപീഠം വിട്ടു മാറത്തില്ല. ഈ ഒരു തീരുമാനം ഈ പ്രഭാതത്തിൽ നമുക്ക് എടുക്കാം. പ്രൈസ് ദി ലോർഡ്. എന്തെല്ലാം ജീവിതത്തിൽ പ്രശ്നം വന്നാലും ആ ദൈവത്തിന്റെ പാദപീഠം വിട്ട് ഇയ്യോബ് മാറിയിട്ടില്ല. കാരണം ആമേൻ ഈ 2 പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു വാക്ക് ഇതാണ്. പ്രൈസ് ദി ലോർഡ്. തന്റെ ജീവിതമാകുന്ന ശരീരത്തിലൊക്കെ ആമേൻ വ്രണങ്ങളാൽ നിറഞ്ഞ്, പരുക്കളാൽ ആമേൻ വളരെ ജീർണിച്ച് പൊട്ടി, താൻ ചാരത്തിലിരുന്ന് തന്റെ ശരീരത്തെ ഓട്ട് കഷ്ണമെടുത്ത് ചുരണ്ടിക്കൊണ്ടിരിക്കുമ്പോഴും തനിക്ക് ദൈവത്തോട് ഒരിക്കലും ഒരു വിദ്വേഷമില്ല. പ്രൈസ് ദി ലോർഡ്. കഷ്ടത ആമേൻ വളരെ ശക്തമായി അനുഭവിച്ചൊരു മനുഷ്യനാണ് ഇയ്യോബ്. പ്രൈസ് ദി ലോർഡ്. തന്റെ ജീവിതത്തിനകത്ത് ആമേൻ വേദന കടന്നു വരുമ്പോഴും അവൻ പറയുന്നൊരു വാക്കിതാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിക്കളഞ്ഞാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. പ്രൈസ് ദി ലോർഡ്. എത്രത്തോളം ഒരു ദൈവഭക്തനെ ആമേൻ നശിപ്പിക്കാൻ ശത്രു പരിശ്രമിച്ചാലും അതിന്റെ മധ്യത്തിലും ഇയ്യോബിന് പറയാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്: ആർക്കും വെട്ടിക്കളയാൻ ദൈവം വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന അഭിഷത്തെ ഈ പാരിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണി മുൻപിലോട്ട് ആമേൻ നാം കടന്നു പോകുന്നെങ്കിൽ, ആമേൻ അതിനെ ഓവർകം ചെയ്ത് പോകാനുള്ള ഒരു ആത്മബലം ഈ നാളുകളിൽ ദൈവജനം പ്രാപിച്ചെടുക്കുമെങ്കിൽ, വീട്ടുകാർ സ്വന്തം ഭാര്യ വരെ ഇയ്യോബിനെ തള്ളിപ്പറഞ്ഞു. ആമേൻ ഈ വിശ്വാസമെല്ലാം വിട്ട്, ഈ നിന്റെ ഈ പ്രാർത്ഥന എല്ലാം വിട്ട്, ആമേൻ നീ ഈ മുറിക്കകത്ത് കയറി വാതിലടച്ചിരുന്ന ഈ പ്രാർത്ഥനയും നിന്റെ ഈ കരച്ചിലെല്ലാം വിട്ട്, ആമേൻ നീ ദൈവത്തെ തള്ളിപ്പറ എന്നല്ല. എന്നിട്ട് പറയാം, തള്ളിപ്പറഞ്ഞ് എന്ത് ചെയ്യണം? നീ പോയി ചത്തുകളാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അത്ര ദയനീയമായി ഭവനക്കാർ വരെ ഇയ്യോബിന് വിരോധമായി നിന്നപ്പോൾ, എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, സകല വ്യക്തികൾ വിരോധമാകട്ടെ, പക്ഷേ നീയും ദൈവമായിട്ടൊരു ബന്ധം, ഒരു അഭേദ്യമായ ഒരു ബന്ധമുണ്ടെങ്കിൽ ഒരിക്കലും ആർക്കും നിന്നെ അതിനകത്തൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പൊളിച്ചു കളയാൻ പറ്റില്ല. കാരണം നീ അടിസ്ഥാനമിട്ടിരിക്കുന്നത് ക്രിസ്തു എന്ന പാറമേല. അത് ഇയ്യോബ് വ്യക്തമായിട്ട് ഇവിടെ അത് പറയുന്നത് ഇങ്ങനെയാണ്: അത് ഇളം കൊമ്പുകൾ ആമേൻ പ്രൈസ് ദി ലോർഡ് വിടാതിരിക്കയില്ല. അപ്പൊ അതിനെന്തുണ്ട്? ഒരു ഇളം കൊമ്പുണ്ട്. അടുത്ത് നോക്കി 8-ാം വാക്യം: അതിന്റെ വേർ നിലത്ത് അവൻ പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും. 9-ാമത്തെ വാക്യം പറയുന്നു: വെള്ളത്തിന്റെ ഗന്ധം അത് പ്രൈസ് ദി ലോർഡ് ഗന്ധം കൊണ്ട് എന്ത് ചെയ്യും?
കിളിർക്കും. പ്രൈസലോ, ഒരു തൈ പോലെ ആമേൻ തളിർവിടും. പ്രൈസലോ. അപ്പൊ ഈ വെള്ളത്തിന്റെ ഗന്ധം തട്ടുമ്പോ ഇത് എത്ര പഴകിയ പ്രയാസമാണെങ്കിലും, എത്ര പഴകിയ ആ കുറ്റിയാണെങ്കിലും വെള്ളം അത് ആമേൻ ആ പാഴായി കിടക്കുന്നതിനെ, അഴുകിപ്പോയതിനെ, തീർന്നു എന്ന് പറഞ്ഞതിനെ, ആമേൻ മണ്ണിട്ട് മൂടിയതിനെ ആമേൻ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമെന്ന് ഇവിടെ അയ്യോ പറയുക. തീർന്നെന്ന് മനുഷ്യൻ വിധി എഴുതി, സ്നേഹിതന്മാർ വിധി എഴുതി, ഭാര്യ വിധി എഴുതി, ആമേൻ സ്തോത്രം, എന്റെ കൂടെ നിന്ന ജോലിക്കാർ വരെ എന്നെ വിധി എഴുതി, എല്ലാം തീർന്നു പോയെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട്, തീർന്നു പോയിട്ടില്ല, അതെല്ലാം പുറത്തു വരാൻ പോകുകയാണ്. സ്തോത്രം. ഈ പ്രഭാതത്തിൽ നിങ്ങൾ ചിന്തിക്കുക, ആമേൻ കർത്താവ് ഇന്ന് പകൽ നിങ്ങളെ നടത്തുവാൻ ശക്തനായ ദൈവം. അതാ ഇവിടെ പറഞ്ഞത്, ഒരു വൃക്ഷമായിരുന്നുവെങ്കിൽ പ്രത്യാശയുണ്ട്. വൃക്ഷത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, ഒരു ചില്ല വെട്ടിക്കഴിഞ്ഞാൽ ചില മണിക്കൂർ കഴിയുമ്പോൾ അനേക ശിഖരങ്ങളായി പൊട്ടിക്കിളിർത്ത് വരും. ആമേൻ യോബിന് അതിൽ കൂടെ ചേർത്ത് പറയാൻ കഴിയും, ആമേൻ എന്നെ വെട്ടാൻ ആർക്കും കഴിയില്ല, ഞാൻ പിന്നെയും പൊട്ടിക്കിളിർത്ത് വരും. പ്രൈസ് ദി ലോർഡ്. ഒരു മണ്ണിനും എന്നെ മൂടിക്കളയാൻ കഴിയില്ല. ആമേൻ ആമേൻ മുൾച്ചെടിക്കും എന്നെ ഞെരിക്കാൻ കഴിയില്ല, ഞാൻ പിന്നെയും തഴച്ചു വരും. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല പ്രഭാതത്തിനായി സ്തോത്രം. എല്ലാ അഭിഷിക്തന്മാരെയും അഭിഷിക്തമാരെയും ദൈവം അനുഗ്രഹിക്കണം. ആമേൻ. നിന്ദിച്ച ഇടത്തു നിന്ന് ദൈവം അവരെ മാനിച്ചു പുറത്തു കൊണ്ടുവരണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, സ്തോത്രം. ദൈവം അനുഗ്രഹിക്കും.